അപ്പൊ അന്ന് ഈ നമ്മുടെ ഇപ്പം അച്ഛൻ ഇരിക്കുന്ന പള്ളിയിൽ വരുന്നതിന് മുൻപ് ഏത് പള്ളിയിലായിരുന്നു? ക്യൂൻസ് സെന്റ് ഗ്രിഗോറിയസ് പള്ളി, ലോങ് ഐലൻഡ്. ക്യൂൻസ് സെന്റ് ഗ്രിഗോറിയസ് എൽമൗണ്ടിലാണ് ആ പള്ളി. എൽമൗണ്ടിലാണ്. അതെ. സി കെ രാജനച്ഛൻ്റെ പള്ളി അല്ലല്ലോ? അല്ല, അവിടെ ഇപ്പോഴവിടെ ജെറി അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ വികാരി. ജെറി അച്ഛൻ ക്യൂൻസിൽ. അത് നന്നായി നടക്കുന്ന പള്ളിയാണ്. നല്ല വലിയൊരു പള്ളിയാണ്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമത്തിലുള്ള ഒരു വലിയ പള്ളിയാണ്. അപ്പം പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമധേയത്തിലുള്ള ആ പള്ളിയിൽ നിന്നാണ് ഈ പള്ളിയിലും ഇതും പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്. രണ്ടും എനിക്ക് പ്രത്യേകമായ ഒരു പ്രാർത്ഥന അടുപ്പവും മധ്യസ്ഥതയും കൂടുതലുള്ളത് പരിശുദ്ധ പരുമല തിരുമേനിയോടാണ്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രധാന സ്ഥാനം കഴിഞ്ഞാൽ. അച്ഛൻ എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഏതൊരു പ്രയാസഘട്ടത്തിലും പരിശുദ്ധ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിനൊരു ആശ്വാസം ഉണ്ടാകാറുണ്ട്, സമാധാനം ഉണ്ടാകാറുണ്ട്. അച്ഛന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വല്ലതും പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്? ദൈവത്തിൻ്റെ കരുണയിൽ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അച്ഛനോട് അമേരിക്ക വരുന്നതിന് മുൻപ് നാട്ടില് ഇന്ത്യയില് പള്ളിയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്? ഉണ്ട്. കുടസനാട്ട് പള്ളിയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. കുടസനാട്ട് പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ പള്ളി. അതെ അതെ അതെ. അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പറന്തൽ പള്ളിയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നാട്ടിലെ പല പള്ളികളിലും ശുശ്രൂഷിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ. അതെ. അന്ന് തുമ്പോൺ ഭദ്രാസനമായിരുന്നു. ഞാൻ ദാനിയൽ മാർ ഫീലക്സിനോസ് തിരുമേനിയുടെ കാലത്താണ് അവിടെ ശുശ്രൂഷിച്ചത്. അപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി പഠിച്ചതാ? ഡൽഹി ഭദ്രാസനത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഗ്രിഗോറിയസ് തിരുമേനിയാണ് എനിക്ക് പട്ടം തന്നത്. ഞാൻ ഹൗസ് കാസ് പള്ളി വെച്ചാണ് പട്ടം കേൾക്കുന്നത്, സെൻറ്റ് മേരീസ് പള്ളിയിൽ. അങ്ങനെ ഡൽഹി ഭദ്രാസനത്തിൽ നിന്ന് പിന്നെ തുമ്പോൺ ഭദ്രാസനത്തിൽ അവിടെ നിന്നാണ് അമേരിക്കയിലോട്ട് വരുന്നത്. ഡൽഹി ഭദ്രാസനത്തിൽ നിന്ന് അമേരിക്കയിലോട്ട്? അതെ അതെ. അപ്പോൾ ഈ തുമ്പോൺ ഭദ്രാസനത്തിൽ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാളത്തേക്ക് ഞാൻ നാട്ടിൽ പോയായിരുന്നു. തിരിച്ചു പോയി അമേരിക്ക വന്നതിന് ശേഷം? അതെ, അതിന് ശേഷമാണ് ഞാൻ ഈ പള്ളികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് അച്ഛൻ എത്ര വർഷമായി? 1983 ഇവിടെ വന്നതാണ്. മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് പോയി വന്നു എന്നുള്ളതല്ല, അന്ന് മുതൽ ഇവിടെയുണ്ട്. വിവിധ പള്ളികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ടാമ്പ സെൻറ്റ് മേരീസ് പള്ളിയിലാണ് ആരംഭിച്ചത് തുടക്കം. അതിനുശേഷം മയാമിയിൽ പോയി, സെൻറ്റ് തോമസിൽ പോയി, ചിക്കാഗോയിൽ വന്നു. ബഹുമാനപ്പെട്ട കുര്യൻ തോട്ടുപുറം കോർപ്പിസ്കോപ്പയുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം ബ്രൂക്ലിൻ സെൻറ്റ് ബസേലിയോസ് പള്ളിയിൽ വന്നു. പിന്നീടാണ് ലോങ് ഐലൻഡിൽ എൽമൗണ്ട് മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ പോയത്. ഇപ്പോഴ് ക്ലിഫ്റ്റൺ ന്യൂജേഴ്സി മാർ ഗ്രിഗോറിയോസ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം ഇത്രയും വർഷത്തില് നീണ്ട ഒരു കാലയളവിൽ ഒരുപാട് പള്ളികളിൽ സേവനം അനുഷ്ഠിച്ചു. അതെ. എനിക്ക് തോന്നുന്ന ഇത്രയും സേവനമനുഷ്ഠിച്ച പള്ളികളിൽ സേവനമനുഷ്ഠിച്ച അച്ഛന്മാർ വളരെ കുറവായിരിക്കും. കുറവാണെന്നാണ് പലരും വന്നാൽ 10-40 വർഷം 35 വർഷമൊക്കെ ആയിട്ട് ഒരു പള്ളിയിൽ തന്നെ സേവനമനുഷ്ഠിക്കുന്ന സ്ഥിതിയാണ് സാധാരണ അമേരിക്കയിൽ കാണാറ്. പക്ഷെ അച്ഛൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഭദ്രാസനത്തിന്റെ അന്ന് ഒന്നിച്ചിരുന്ന ഭദ്രാസനത്തിലും അതുപോലെ തന്നെ രണ്ടായി ഭാഗിച്ച ഭദ്രാസനത്തിലും വളരെ കൃത്യമായി ഒരുപാട് പള്ളികളിൽ സേവനമനുഷ്ഠിക്കാനുള്ള ഒരു ഭാഗ്യം അച്ഛനുണ്ടായി. അച്ഛൻ്റെ 2 മക്കൾ, അതായത് അച്ഛൻ്റെ കുടുംബം ദൈവ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് മലങ്കര സഭയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച കുടുംബമാണ്. അത് പറയാൻ കാരണം അച്ഛന് 2 മക്കളാണ്. ആ 2 മക്കളും വൈദിക ശുശ്രൂഷയിലാണ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? 2 പേരും സ്വയമായിട്ട് തീരുമാനിച്ചാണ് പട്ടത്വം സ്വീകരിച്ചത്. ഒരു മകൻ ഇപ്പോഴ് ചിക്കാഗോയിലാണ്, അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. 2 പേരും വൈദിക ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനും ഇപ്പോഴും വൈദിക ശുശ്രൂഷ ചെയ്യുന്നു. അതെ. അപ്പം ഈ കുടുംബം ഒരു ശുശ്രൂഷ വേലയ്ക്കായി അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചു എന്ന് പറയുന്നതിൽ പറയാം. അങ്ങനെ ആകണേന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും പരാതികളും പ്രശ്നങ്ങളും ധാരാളമുണ്ടെങ്കിലും ദൈവ ശുശ്രൂഷ ഭംഗിയായിട്ട് നടത്താൻ
കൃപ തരണേ, അതിനുള്ള ബലം തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്.